എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നാളെ മുതൽ ആരംഭിക്കും. അതായത് ജൂൺ 23 മുതൽ 27 വരെയാണ് വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു +2വിൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഇനി പറയുന്ന ടൈം ടേബിൾ പ്രകാരം വിദ്യാർത്ഥികൾ പരീക്ഷകൾക്ക് ഹാജരാവേണ്ടതാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതുക. കാരണം വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ വീണ്ടും പിന്നീട് അടുത്ത മാർച്ച് മാസത്തിലെ പരീക്ഷ വീണ്ടും എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ നിങ്ങൾ ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു ആദ്യത്തെ അല്ല, രണ്ടാമതാണ് +2 നിങ്ങൾ എഴുതുന്നത്. അപ്പോൾ ചില വിദ്യാർത്ഥികൾ അതിൽ കൂടുതൽ പ്രാവശ്യമായിരിക്കും എഴുതുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ എത്ര പ്രാവശ്യം എഴുതുകയാണെങ്കിലും നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതുന്നതോടുകൂടി ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജയിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു സെപ്റ്റംബർ, അതായത് ഓഗസ്റ്റ് മാസത്തിന് ശേഷം നടക്കുന്ന +2വിൻ്റെ അതുപോലെ +1ൻ്റെയും പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം പിന്നീട് വീണ്ടും 2026 മാർച്ചിൽ വീണ്ടും പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നന്നായിട്ട് പഠിച്ചു പരീക്ഷ എഴുതാൻ ശ്രദ്ധിക്കാം. അതുപോലെ ഒട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി ഹോൾ ടിക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ടൈം ടേബിൾ നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ പരീക്ഷ, അതായത് ഈ ഒരു സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നത് ജൂൺ 23 മുതൽ തിങ്കളാഴ്ച മുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈം ടേബിൾ നോക്കാം. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ ആരംഭിക്കുന്നത് ജൂൺ 23 തിങ്കളാഴ്ചയാണ്. അപ്പോൾ ജൂൺ 23 തിങ്കളാഴ്ച നടക്കുന്ന പരീക്ഷ രാവിലത്തെ പരീക്ഷയാണ്. രാവിലെ പാർട്ട് 2 ലാംഗ്വേജ്, അത് സെക്കൻഡ് ലാംഗ്വേജസ് ആണ്. മലയാളം, ഹിന്ദി അതുപോലുള്ള സെക്കൻഡ് ലാംഗ്വേജസ് ആണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന സബ്ജക്റ്റ് കൂടി ആ ഒരു ദിവസം പരീക്ഷ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം, അതായത് രാവിലെയാണ് ഈ ഒരു ആദ്യം പറഞ്ഞ സബ്ജക്റ്റ്, അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം, അത് ജൂൺ 23 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയാണ്. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ടുള്ളത് 24 ചൊവ്വാഴ്ച രാവിലെയുള്ള പരീക്ഷയാണ്, പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷ്. അതുപോലെ തന്നെ അതിനുശേഷം ചൊവ്വാഴ്ച തന്നെ, അതായത് ഈ ജൂൺ 24 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയാണ് ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി എന്നിവ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ജൂൺ 25 ബുധനാഴ്ച രാവിലെയുള്ള പരീക്ഷയാണ് മാത്തമാറ്റിക്സ്. അതുപോലെ തന്നെ പാർട്ട് 3 ലാംഗ്വേജസ്, അതുപോലെ സംസ്കൃത്, ശാസ്ത്ര, അതുപോലെ സൈക്കോളജി എന്നിവ. അതുപോലെ തന്നെ പിന്നീട് അന്നത്തെ ദിവസം തന്നെ ജൂൺ 25 ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയാണ് ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവ. അതുപോലെ തന്നെ ജൂൺ 26 വ്യാഴാഴ്ച രാവിലെയുള്ള പരീക്ഷയാണ് ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി. അത് വ്യാഴാഴ്ചയാണ്. അത് ജൂൺ 26 വ്യാഴാഴ്ചയുള്ള പരീക്ഷയാണ് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി അല്ല, ഫിസിക്സ്, സോഷ്യോളജി, അതുപോലെ തന്നെ ആന്ത്രപ്പോളജി എന്നിവയാണ്. ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയാണ്. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് ജൂൺ 26 തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയാണ്. അതായത് ജൂൺ 26 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ എക്കണോമിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റംസ് എന്നിവയാണ്. അതുപോലെ തന്നെ ജൂൺ 27 വെള്ളിയാഴ്ച രാവിലെയുള്ള പരീക്ഷയാണ് ഈ ഒരു ബയോളജി, അതുപോലെ ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത് സാഹിത്യ, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് പരീക്ഷയുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു പരീക്ഷയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ FN എന്ന് കൊടുത്തിട്ടുള്ളത് രാവിലെയാണ്, AN എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമാണ്, അതായത് ആഫ്റ്റർനൂൺ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് രാവിലെയാണോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണോ പരീക്ഷ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കുക. FN എന്ന് പറഞ്ഞാൽ രാവിലെയാണ് പരീക്ഷ ഉണ്ടാവുക, AN എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ ഉണ്ടാവുക. ഇനി എപ്പോഴാണ് ഈ ഒരു പരീക്ഷയുടെ ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റുകളാണെങ്കിൽ രാവിലെ 9:30 മുതൽ, രാവിലത്തെ പരീക്ഷയാണെങ്കിൽ 9:30 മുതൽ 12:15 വരെയാണ്. അതുപോലെ തന്നെ 2 മണി മുതൽ, അത് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ 2 മണി മുതൽ 4:45 വരെയാണ് പരീക്ഷ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ ബയോളജി, മ്യൂസിക്കും ഒഴികെയുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ 9:30 മുതൽ 11:45 വരെയാണ് രാവിലെ ആണെങ്കിൽ പരീക്ഷ ഉണ്ടാവുക. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ 2 മണി മുതൽ 4:15 വരെ ആയിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുക. ഇതോടൊപ്പം കൂൾ ഓഫ് ടൈം ഒരു 15 മിനിറ്റ് കൂടി ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബയോളജി ആണെങ്കിൽ 9:30 മുതൽ 11:55 വരെയാണ്. കാരണം സുവോളജിയും ബോട്ടണി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു, അതായത് മ്യൂസിക് ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ആണെങ്കിൽ അതിന് 2 മണി മുതൽ 3:45 വരെ ആയിരിക്കും
പരീക്ഷ ഉണ്ടാവുക. ഇതോടൊപ്പം തന്നെ എല്ലാ ടൈമിൻ്റെ കൂടെയും 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം കൂടി ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പരീക്ഷ എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ FN എന്ന് പറഞ്ഞാൽ ഈ ഒരു രാവിലത്തെ പരീക്ഷയാണ്, AN എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.